അപ്പം എന്തായാലും അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ മൂത്തച്ഛന് വെയിറ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴാണ് ഞങ്ങളെ നെല്ലിക്ക മരത്തിൻ്റെ ചുവട്ടിൽ നിറച്ച് നെല്ലിക്ക കണ്ടത്. അപ്പോൾ എന്തായാലും ഫ്രഷ് ആയിട്ട് ഒന്ന് പറിച്ചെടുക്കാൻ വിചാരിച്ചുകൊണ്ട് 2 പറിച്ചെടുത്ത് തൊള്ളിയിലിട്ടിട്ടു. അപ്പോൾ നന്നായി കഴിപ്പുണ്ടതിന് മൂപ്പാകാത്തതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും കുറച്ച് ഞാൻ മതിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ ഹോമിയോ ഡിസ്പെൻസർ. ഇത്ര അടുത്ത് ഹോമിയോ ഉണ്ടെങ്കിലും ഞങ്ങൾ ആരും അങ്ങനെ പോലൊന്നുമില്ല. കുറച്ച് ദൂരം നിന്നുള്ള ആൾക്കാരാണ് ഈ കയറൽ. മുറ്റത്ത് മുല്ലിക്ക് മണമില്ല എന്നൊക്കെ പറയണ മാതിരി ഞങ്ങൾക്ക് എന്താണെന്നറിയില്ല, അസുഖമൊക്കെ വന്നാൽ പാടിക്കാട് പോകുന്നല്ലാതെ ഹോമിയോ ആണെങ്കിലും കൂടിയിട്ട് വേഗം മാറുമെന്നൊക്കെ പറയണേക്കാം. അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലെത്തിയിട്ടുണ്ട്. അവിടുത്തെ ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കും എന്തേലും വാങ്ങാനുള്ളത് ഒക്കെ മറന്നുപോയല്ലോ എന്ന്. അങ്ങനെ തൈര്, പാല്, പിന്നെ എന്തേലും ഗോൾഗറ്റ്, അങ്ങനെ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. ബിസ്ക്കറ്റ്, അങ്ങനെ 20 ബിസ്ക്കറ്റ് എടുത്തു, 15 ബിസ്ക്കറ്റ് എടുത്ത്, അങ്ങനെ അതൊക്കെ എടുത്ത്. പിന്നെ ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ ഓക്കെ നൂഡിൽസൊക്കെ ജസ്റ്റ് ഒന്ന് തൊട്ടാക്കിയിട്ട് അടുത്തന്നെ വെച്ച് എടുത്തിട്ടില്ല, കാരണം ഓക്കെ അത്ര നല്ലതല്ലെന്ന് പറയണേക്കാം. പിന്നെ ചിക്കനൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ അങ്ങനെ വീട്ടിൽ പോകുന്നത്. അപ്പോൾ എത്ര ഉള്ളൂ, പോയി ടാറ്റാ.